ഹലോ നമസ്കാരം. ഇന്ന് ജനുവരി 8, 2026 വ്യാഴാഴ്ച. രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നേരെ പോയത് ഒരു കൊളീക്കിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ മാനിക്കണമല്ലോ. പുള്ളിയും കൂട്ടിയിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ വർക്കിനാണ്. ആളുടെ പേര് കിരൺ എന്നാണ്. ഞങ്ങളുടെ കമ്പനിയുടെ സർവീസ് എഞ്ചിനീയർ ആണ്. ആദ്യത്തെ വർക്ക് തീർന്ന ശേഷം ഞങ്ങൾ രണ്ടാമത്തെ വർക്കിനായിട്ട് ഇറങ്ങി. പുള്ളിയുടെ കൂടെ പോയാൽ സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയായത് അറിഞ്ഞതേ ഇല്ല. മുക്കം ഭാഗത്തേക്ക് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് സാധാരണ ഫുഡ് കഴിക്കാറ്. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് എനിക്ക് അറിയാവുന്ന കടയാണ്. നമ്മളെ പോലുള്ളവർ വേണം അവരെ സഹായിക്കാൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. അവിടുത്തെ വർക്കുകളെല്ലാം തീർത്തു. അവിടെ നിന്ന് പുറപ്പെട്ടു. ഇന്ന് മുഴുവൻ കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നു യാത്ര. ആദ്യം തുടങ്ങിയത് കുന്നമംഗലത്താണ്. പിന്നെ അത് മുക്കത്തെത്തി. ഇപ്പതാ പേരാമ്പ്രയ്ക്കും. അങ്ങനെ മനോഹരമായ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് കുറെ എണ്ണക്കടികൾ എന്നെ നോക്കി ചിരിച്ചു. പിന്നെ നിർത്താതെ വഴിയില്ലല്ലോ. അവിടെ നിർത്തി ഒരു കടി വാങ്ങി അപ്പം കഴിച്ചു. അത് കഴിച്ചു തുടങ്ങുമ്പോൾ കോഫിയും എത്തി. പുള്ളിയെ നിർബന്ധിച്ച് ഒരു കോഫി കുടിക്കുമ്പോഴേക്കും ഞാൻ രണ്ടാമത്തെ കടി കടിച്ചു. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂരിച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പേരാമ്പ്രയ്ക്ക്. പുള്ളി അവിടെ ഫിസിക്കലി കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്ന തിരക്കിലായിരുന്നെങ്കിൽ ഞാനിവിടെ കോളിലൂടെ കസ്റ്റമറെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ വർക്ക് കഴിയുമ്പോൾ ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞിരുന്നു സമയം. പിന്നെ ഞങ്ങൾ നേരെ കാപ്പാടേക്കാണ് പോയത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം വൈകി ഇരുട്ട് വീണു. പെട്ടെന്ന് മുമ്പിൽ ഒരു ബസ് കണ്ടു. സാധാരണയായി KSRTC ബസ്സുകൾ പച്ച കളറിൽ കണ്ടിട്ടില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതൊരു ഉല്ലാസയാത്ര ബസ്സുകളാണ്. നമ്മൾ കൃത്യമായ സമയവും ആളുകളുടെ എണ്ണവും പറഞ്ഞു കൊടുത്താൽ നമുക്ക് ബസ് ബുക്ക് ചെയ്യാം. ഒടുവിൽ ഞങ്ങൾ കാപ്പാടെത്തി. അവിടുത്തെ വർക്കെല്ലാം തീർത്ത് തിരിച്ചെത്തുമ്പോഴേക്കും ഒരുപാട് രാത്രിയായിരുന്നു. നമ്മുടെ കിരൺ സാറിനെ അവിടെ നിന്ന് തന്നെ ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ചു പോയിരുന്നത്. സാധാരണകളിൽ ഇത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.